ഹലോ ലോയ്റ്റ് und herzlich willkommen. നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്കിന്ന് ഷ്രൈബൻ ടൈലിൽ മൈനുങ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അപ്പം നമുക്കൊരു ടോപ്പിക്ക് തന്നിട്ടുണ്ടാവും, അതിനെപ്പറ്റി നമ്മുടെ അഭിപ്രായം എഴുതണം. അതാണ് നമ്മുടെ മൈനുങ് ടൈലല്ലേ. അപ്പം നമുക്ക് ആദ്യം ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവണം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയണ്ടേ. അപ്പം ആദ്യം എഴുതുന്നത് ഐൻലൈറ്റിംഗ് ആണ്. അത് എന്താണ് ഒരു തുടക്കം, അതിനെപ്പറ്റി നമ്മൾ എഴുതാൻ പോകുന്ന ടെക്സ്റ്റിൻ്റെ ഒരു ഐൻലൈറ്റിംഗ് വേണം നമുക്ക് എപ്പോഴും. ഒരു ഇൻട്രൊഡക്ടറി ഒന്നോ രണ്ടോ സെൻറ്റൻസ് വേണം. പിന്നെ അതിൻ്റെ ഫോർട്ടൈൽ, അതായത് പോസിറ്റീവ് കാര്യങ്ങൾ എന്താണെന്ന് എഴുതാം. പിന്നെ നാക്ടൈൽ, നെഗറ്റീവ്സ് എഴുതുക. പിന്നെ നമുക്ക് ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് എഴുതാൻ പറ്റുമെങ്കിൽ അതും എഴുതുക. അവസാനം ഇതിൻ്റെ ഒരു രത്നചുരുക്കം എന്നൊക്കെ പറയില്ലേ, ഒരു ചുരുക്കം, നമ്മൾ ഇത്രയും മുകളിൽ എഴുതിയതിൻ്റെ ഒരു ചുരുക്കം എന്താണെന്ന് എഴുതണം. മൈനുങ്ങിൻ്റെ ടെക്സ്റ്റ് എഴുതുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം, പിന്നെ പോസിറ്റീവ് സൈഡ് പറയണം, നെഗറ്റീവ് സൈഡ് വേണം, പിന്നെ ഒരു എക്സാമ്പിൾ കൊടുക്കാം. അവസാനം ഇതിൻ്റെ ഒരു ചുരുക്കവും കൂടെ എഴുതണം. ഇത് നമ്മൾ എഴുതിയ ടെക്സ്റ്റ് വായിക്കുന്ന ഒരാൾക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവണം. ഓക്കെ, ഇനി അടുത്ത 3 പോയിൻറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് നമുക്ക് പോയിൻറ്റ്സ് സ്കോർ ചെയ്യാമെന്നാണ് ഈ 3 പോയിൻ്റ് കേട്ടോ. ബെനുറ്റ്സ് മിൻഡിസ്റ്റൻസ് ദ്രൈബ് ഫിയർ റേഡമെറ്റൽ ഹോസ്ഡെ ലിസ്റ്റ്. നമ്മൾ പഠിച്ചിട്ടുള്ള റേഡമെറ്റൽ ഉണ്ടല്ലോ, ഫ്രേസസിൽ നിന്ന് 3-4 എണ്ണം ഉപയോഗിക്കുക. ഇനി ആക്ടർ ഓഫ് സർക്ക അക്സിഷ് വാട്ടർ, മിനിമം ഒരു 80 വാക്ക് ഉണ്ടായിരിക്കണം. ഭയങ്കര വലുതുമായി പോകാൻ പാടില്ല, ചെറുതുമായി പോകാൻ പാടില്ല കേട്ടോ. വലുതായ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് തെറ്റുകൾ വരുത്തും നമ്മളതിൽ. ഇനി ചെറുതായാലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഐൻലൈറ്റിങ്ങും ഫോർട്ടൈലും നാക്ടൈലും എല്ലാം അതിൽ ഉൾക്കൊള്ളിക്കാനും നമുക്ക് പറ്റൂല. അതുകൊണ്ടാണ്. ഇനി ഫെർവെൻറ്റ് ഐൻഫ സെറ്റ്സ് അബ ഓഹ് ഐൻ ബെസ്റ്റ്വൈ നേബൻ സെറ്റ്സ് മിറ്റ് വൈൽ ദസ് വെൻ ഓബ്വോൾ എക്സെട്ര. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ് യൂസ് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ B1 ലെവലുള്ള ഗ്രാമാറ്റിക് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതായത് നേബൻ സാറ്റ്സ്, റിലേറ്റീവ് സാറ്റ്സ്, വയൽ, ദസ്, അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ കണക്റ്റേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള കണക്റ്റേഴ്സ് ഇതിൽ ഉപയോഗിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. അപ്പം ഈ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മൈനുങ് കറക്റ്റായിട്ട് ഓയ്സ് ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ റേഡമെറ്റൽ നോക്കാം നമുക്ക്. ഇപ്പം മൈനുങ് ഓയ്സ് ഓൺ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രേസസ് നമുക്ക് നോക്കി വെക്കാം കേട്ടോ. ഇനി ഗോയിങ് ഫോർവേഡ് നമ്മൾ 3 എക്സാമ്പിൾസ് ഇട്ടിട്ടുണ്ട് ഇതിൽ ഞാൻ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് റേഡിയമെറ്റൽ പഠിച്ചു വയ്ക്കാം. നമുക്കപ്പോൾ ഇതിൽ എല്ലാം ഒന്നും ഓർമ്മ വന്നില്ലെങ്കിലും 1-2 ഉപയോഗിച്ചാൽ നമുക്കത് മതി. അപ്പം ആദ്യത്തത് മൈനുങ് നാഹ്. ഇൻ മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ മൈനർ മൈനുങ് നാഹ്. ഇഷ് ഡെങ്ക് ദസ്, ഞാൻ ഇങ്ങനെയാണ് ആലോചിക്കുന്നത്. ഇഷ് ഡെങ്ക് ദസ്, ഐ തിങ്ക് ദാറ്റ്, ഞാൻ ഇങ്ങനെയാണ് ആലോചിക്കുന്നത്. ഇഷ് ഗ്ലൗബ് ദസ്, ഐ ബിലീവ് ദാറ്റ്, ഞാൻ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇഷ് ഗ്ലൗബ് ദസ്. ഔസ് മൈന ഷിസ്റ്റ്, എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ. ഫ്രം മൈ പോയിൻ്റ് ഓഫ് വ്യൂ, ഔസ് മൈന ഷിസ്റ്റ്. ഇഷ് ബിൻ ഡെർ മൈനുങ് ദസ് സോ ആൻഡ് സോ. അപ്പം ഇതാണ് എൻ്റെ അഭിപ്രായം, ദിസ് ഇസ് മൈ ഒപ്പീനിയൻ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയാൻ പറ്റിയ കുറച്ച് റേഡമെറ്റൽ. നമുക്ക് ഒരു ഒപ്പീനിയനിൽ ഇപ്പം പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസ് നമ്മൾ അഗ്രി ചെയ്യുകയാണ്, നമ്മൾ പോസിറ്റീവാണ് ഇവർ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഐനർ സൈഡ്സ് ഫിൻഡ് ഇഷ് എസ് ഗുഡ് ദസ് സോ ആൻഡ് സോ. ഓൺ വൺ ഹാൻഡ് ഐ ഫൈൻഡ് ഇറ്റ് ഗുഡ് ദാറ്റ്, എന്താണ് നിങ്ങളുടെ പോയിൻ്റ് എന്ന് എഴുതുക. ഇവിടെ നോക്കൂ, ഐനർ സൈഡ്സ് എന്നാണ്, ഐനർ സൈഡ്സ് എന്നല്ല. അപ്പോൾ ഇത് തെറ്റരുത് കേട്ടോ. നമ്മൾ എഴുതുമ്പോൾ തന്നെ ആദ്യമേ ഇത് തെറ്റിപ്പോയാൽ അത് നമ്മുടെ ഗ്രാമാറ്റിക്കിൻ്റെ പോയിൻ്റ് പോകും. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഞാൻ ഇതാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഠിച്ചു വെക്കുക. അപ്പം ഞാൻ ഐനർ സൈഡ്സ് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് തെറ്റാതെ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം ഐനർ സൈഡ്സ് മറക്കരുത്. ഐനർ സൈഡ്സ് ഫിൻഡ് ഇഷ് എസ് ഗുഡ് ദസ് നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്. ഐൻ ഗ്രോസർ ഫോർട്ടൈൽ ഇസ്റ്റ് ദാസ് സോ ആൻഡ് സോ. ഗ്രോസർ മറക്കരുത്. ഐൻ ഗ്രോസർ ഫോർട്ടൈൽ ഇസ്റ്റ് ദാസ്
സോ ആൻഡ് സോ. എ ബിഗ് അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് നമ്മുടെ ആർഗ്യുമെൻ്റ് ഇവിടെ എഴുതുക. ഈ സെൻറ്റൻസസ് എല്ലാം ഫുൾ സെൻറ്റൻസസ് ആയിട്ട് ഇനി എക്സാമ്പിളിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ജസ്റ്റ് ഈ ഒരു യൂസേജ് കറക്റ്റായിട്ട് എന്താണ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡ് ഇവിടെ ഇട്ടേക്കുന്നത്. ദസ് ഹാഡ് ഡെൻ ഫോർട്ടൈൽ ദസ്. അപ്പം ദാറ്റ് ഹാസ് ദി അഡ്വാൻറ്റേജ് ദാറ്റ്, അതിന് ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി ഇത് കുറച്ച് ഫോർമലാണ്. ഇങ്ങനെയാണ് നമുക്കൊരു ഷ്രൈബൻ ടൈലിൽ എഴുതാൻ പറ്റുക. പക്ഷേ ഷ്രൈബൻ ടൈലിൽ തന്നെ ബ്ലോഗ് എൻട്രിയോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്പീക്കിംഗ് ടൈലിലോ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത 3 എക്സാമ്പിൾസ് കേട്ടോ. ഇത് ബ്ലോഗ് അല്ലാത്തതിൽ യൂസ് ചെയ്യാൻ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല, കുറച്ച് ഇൻഫോർമലാണ്, അതുകൊണ്ടാണ്. ദസ് സേ ഇഷ് ഗനാവുസോ ഐ സീ ഇറ്റ് ഇൻ ദ സെയിം വേ. അത് ഞാൻ അതുപോലെ തന്നെയാണ് അതിനെ കാണുന്നത്. നിങ്ങൾ പറഞ്ഞ പോലിനോട് ഞാൻ ചേരുന്നു. ഇഷ് സ്റ്റിമസു, അപ്പം ഐ അഗ്രി ടു ദാറ്റ്. നിങ്ങൾ പറഞ്ഞ എന്താണോ അതിനോട് ഞാൻ ചേരുന്നു. ദസ് ഇസ് ഐൻ ഗൂട്ടർ പോയിൻറ്റ്. അപ്പം പറഞ്ഞത് ദാറ്റ് ഈസ് എ ഗുഡ് പോയിൻറ്റ്. ഓക്കെ, അപ്പം ഇതിനകത്തുനിന്ന് അഗ്രി ചെയ്യാനുള്ള 1 or 2 സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്രേസസ് പഠിച്ചു വയ്ക്കുക. ഇനി നാക്ടൈൽ ഡിസഗ്രിമെൻറ്റ്. ഇപ്പോൾ അവർ പറഞ്ഞ എല്ലാ കാര്യത്തിനും അല്ലെങ്കിൽ ആ പറഞ്ഞ പോയിന്റിൽ നമ്മൾ ചേരണമെന്നില്ല, നമുക്ക് വേറെ ഒപ്പീനിയൻ ഉണ്ടാവാമല്ലോ. അപ്പോൾ അതെങ്ങനെ പറയാം? അൻഡറർ സൈറ്റ്സ്. ഇവിടെ ഈ ഒരു അൻഡറ സൈറ്റ് എന്നൊന്നും എഴുതരുത്, അത് ഗ്രാമർ മിസ്റ്റേക്കാണ്. എൻഡറർ എന്ന് തന്നെ എഴുതണം കേട്ടോ. അതുകൊണ്ടാണ് അതിങ്ങനെ എടുത്ത് പറഞ്ഞത്. അൻഡറ സൈറ്റ്സ് ഗിഫ്റ്റ് എസ് ഓഫ് നാക്ടൈലർ. ഓൺ ദി അതർ ഹാൻഡ് ദെയർ ആർ ഓൾസോ ഡിസഡ്വാൻറ്റേജസ്. അപ്പം മറ്റേ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ അതിന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോയിന്റ് പറയാം. ഐൻ നാക്ടൈൽ ഈസ്റ്റ് ദാസ് എ ഡിസഡ്വാൻറ്റേജ് ഇസ് ദാറ്റ്. ഒരു നാക്ടൈൽ എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് അത് പറയാം. ദസ് പ്രോബ്ലം ഈസ്റ്റ് ദാസ് ദ പ്രോബ്ലം ഇസ് ദാറ്റ്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രോബ്ലം പറയാം. അപ്പോൾ ഇതെല്ലാം ഡിസഗ്രി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഇതേ പോയിന്റ്സ് തന്നെയാണ് അഗ്രിമെൻറ്റിലും ഉണ്ടായിരുന്നത് അല്ലേ. ഐനർ സൈറ്റ്സ് എന്നായിരുന്നു, ഇവിടെ അണ്ടർ സൈറ്റ്സ് ആയി. അപ്പം എളുപ്പമാണ് പഠിക്കാൻ. ഐൻ നാക്ടൈലിസ്റ്റ്, അവിടെ നേരത്തെ എന്തായിരുന്നു? ഐൻ ഫോർട്ടൈലിസ്റ്റ് എന്നായിരുന്നു അല്ലേ. അപ്പോൾ ഐൻ നാക്ടൈൽ ഫോർട്ടൈൽ ദസ് പ്രോബ്ലം ഇസ്റ്റ്. അപ്പം അങ്ങനെ നമ്മൾ റേഡിമെറ്റിൽ പഠിച്ചു വയ്ക്കുക, അഗ്രി ചെയ്യാനും ഡിസഗ്രി ചെയ്യാനും. ഇനി ബാലൻസിങ് ആക്ട് അല്ലേ. നമ്മൾ അവസാനം ഒരു കൺക്ലൂഷൻ എഴുതണം എന്ന് പറഞ്ഞു അല്ലേ, ഒരു രത്നച്ചുരുക്കം എഴുതണം നമ്മൾ എഴുതിയ പാരഗ്രാഫിൻ്റെ. അപ്പം അത് എഴുതണതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് വായിക്കുന്ന ഒരു എക്സാമിനറുണ്ടല്ലോ, ലാസ്റ്റ് ഈ പോയിന്റ് പറഞ്ഞു, ഓക്കെ ഇയാൾ ക്ലിയർ ആയിട്ട് ഒരു സംഭവം എഴുതിയിട്ടുണ്ട്, ഇയാൾക്ക് ക്ലിയർ ആയിട്ട് സാധനം മനസ്സിലായി, അയാളുടെ ഈ പരീക്ഷ എഴുതുന്ന ആൾക്ക് അയാളുടെ ഒപ്പീനിയൻ കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാവും. വായിച്ചു വരുമ്പോൾ സുഖം ഉണ്ടാവും ഈ ഒരു സാധനം വായിക്കുമ്പോൾ. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഓരോ ടൈലായിട്ട് ഇങ്ങനെ എഴുതാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ബാലൻസിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, സുസാമൻ ഫാസൻ കാൻ മൻ സാഗൻ ദാസ്. ടു സം അപ്പ് വൺ ക്യാൻ സേ ദാറ്റ്. അപ്പം എല്ലാം കൂടെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് പറയാം. ഓക്കെ, ഇൻ ഗെസാംഡ് ഡെങ്കെ ഇഷ് ദാസ്. ഓവറോൾ ഐ തിങ്ക് ദാറ്റ്. അപ്പം മൊത്തത്തിൽ എനിക്കിങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എല്ലാം പറഞ്ഞു. എന്നിട്ട് ടു സം ഇറ്റ് അപ്പ്, അല്ലെങ്കിൽ എല്ലാം കൂടെ ചുരുക്കുവാണെങ്കിൽ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ ഓവറോൾ എല്ലാം കൂടെ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് എഴുതിയിട്ട് എപ്പോഴും ലാസ്റ്റ് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ കൊടുത്തിട്ട് എൻഡ് ചെയ്യാൻ നോക്കണം. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ബാലൻസിങ് ആക്ട് എന്ന് പറയുന്നത്. നമുക്കപ്പോൾ കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസസ് നോക്കാം. മൈനർ മൈനു nach es Sport sehr wichtig, weil gesund für den Körper ist. അപ്പം ഇൻ മൈ ഒപ്പീനിയൻ സ്പോട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഹെൽത്തി ഫോർ ദ ബോഡി. അപ്പം ഇത് സ്പോട്ടിനെ പറ്റിയുള്ള ഒരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സ്പോട്ട് സേർ വെസ്റ്റിഷാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈൽ ഗെസൂണ്ട് ആണ്, കാരണം അത് ഹെൽത്തിയാണ്. ആർക്കാണ്? ബോഡിക്ക്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. അപ്പം ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഈ വൈൽ എന്ന് പറഞ്ഞ കണക്ടർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും സെൻറ്റൻസിൻ്റെ മിഡിലിൽ യൂസ് ചെയ്യാൻ നോക്കുക. നമുക്ക് കാരണം വൈൽ വെച്ച് തുടങ്ങാൻ പറ്റുമല്ലേ സെൻറ്റൻസ്. പക്ഷേ കുറച്ചുകൂടെ നല്ലത് എൻ്റെ ടീച്ചർ പറഞ്ഞു തന്നൊരു ടിപ്പായിരുന്നു. B2 പോയപ്പോഴായിരുന്നു അവർ ഇത് പറഞ്ഞു തന്നത്. വൈൽ എപ്പോഴും മിഡിലിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പം ഇനി അടുത്തൊരു സെൻറ്റൻസ്, ഇഷ് ഡെങ്ക് das Handys im Unterricht oft ablenken. അപ്പം
ഐ തിങ്ക് ദാറ്റ് മൊബൈൽ ഫോൺസ് ഓഫൻ ഡിസ്ട്രാക്ട് ഇൻ ക്ലാസ്. എൻ്റെ അഭിപ്രായത്തിൽ എന്താണ്, ഞാനിങ്ങനെയാണ് ചിന്തിക്കുന്നത്. എങ്ങനെയാണ് ക്ലാസ്സിനകത്ത് ഫോൺ യൂസ് ചെയ്താൽ അത് ശല്യമാണെന്നല്ലേ, ക്ലാസ് ഡിസ്ട്രാക്ട് ചെയ്യുമെന്ന്. അടുത്തൊരു എക്സാമ്പിളും കൂടെ നോക്കാം. einerseits finde ich Online-Shopping praktisch. Andererseits gibt es auch Probleme mit der Qualität. അപ്പം on the one side, on one hand, I find online shopping practical. On the other hand, there are also problems with quality. അപ്പം ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് വളരെ പ്രാക്ടിക്കലാണ്, അല്ലേ, എളുപ്പമാണ്, നല്ല പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. പക്ഷേ മറ്റേ സൈഡിൽ നോക്കുവാണെങ്കിൽ എന്താണ്, ക്വാളിറ്റിയിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇവിടെ ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ ഐനർ സൈഡ്സും അണ്ടറർ സൈഡ്സും രണ്ടും യൂസ് ചെയ്തു. ഓക്കെ, അപ്പം ഈ ഒരു യൂസേജ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. 2 പോയിൻറ്റും ഒറ്റ ഇതിൽ പറയാൻ പറ്റും. പക്ഷേ ഇത് തെറ്റാതെ യൂസ് ചെയ്യണം കേട്ടോ. ഐനർ സൈഡ്സും അണ്ടറർ സൈഡ്സും കറക്റ്റായിട്ട് ഒരേ അഭിപ്രായം പറയാനായിരിക്കരുത്, 2 സൈഡ് പറയാനായിരിക്കണം. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും പറയാനായിരിക്കണം എപ്പോഴും ഐനർ സൈഡ്സും അണ്ടറർ സൈഡ്സും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട റേഡമെറ്റിൽ വെച്ചിട്ട് 3 സെൻറ്റൻസ് നോക്കി. ഇനി നമുക്ക് 3 എക്സാമ്പിളും കൂടെ നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, ഫോർട്ടൈൽ വെച്ചിട്ട്. ഓക്കെ, ein Vorteil ist, dass man viel Zeit spart. അപ്പം an advantage is that you save a lot of time. ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിനെ പറ്റി തന്നെ ആയിരിക്കാം. അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം സേവ് ചെയ്യുന്നു, അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോർട്ടൈലാണ് നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ. ഇനി ein Nachteil ist, dass es manchmal teuer ist. അപ്പം a disadvantage is that it is sometimes expensive. അപ്പം നാക്ടൈൽ അവിടെ പറയുന്നു ദസ് manchmal ഇടയ്ക്ക്, സംടൈംസ്, എപ്പോഴും നല്ല, manchmal teuer ist, ചിലപ്പോൾ എക്സ്പെൻസീവ് ആണെന്ന്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. Zusammenfassend kann man sagen, dass beide Möglichkeiten wichtig sind. അപ്പം ടു സം അപ്പ് വൺ ക്യാൻ സേ ദാറ്റ് ബോത്ത് ഓപ്ഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. അപ്പം അവസാനം ഒരു കൺക്ലൂഷൻ സെൻറ്റൻസ് ആയിട്ട് എഴുതാനാണ്. അപ്പം ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ 2 ഓപ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണെന്ന് വേണം നമുക്ക് പറയാൻ. അതായത് ഓൺലൈൻ ഷോപ്പിങ്ങും കടയിൽ പോകുന്നതും ആയിരിക്കാം. ഓക്കെ, ഇത് നിങ്ങൾ എവിടെയാണോ യൂസ് ചെയ്യുന്നത് അവിടെ അതിനനുസരിച്ചായിരിക്കും നിങ്ങളിത് മാറ്റേണ്ടി വരിക. അപ്പം 2 സാധ്യതകളും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എൻ്റെ ക്ലോസിങ് സെൻറ്റൻസ്. ഓക്കെ, ഇനി നമുക്ക് ഒരു സാമ്പിൾ ഒരു ടെംപ്ലേറ്റ് നോക്കാം. ഇതിനകത്ത് ഇതുപോലെ സാമ്പിൾ റേഡമെറ്റിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് തീമ പറയുന്നില്ല, അത് നമ്മൾ വീൽ മൂവ് ഓൺ ടു ഇറ്റ്. ഓക്കെ, അടുത്തത് അതായിരിക്കും പറയുന്നത്. അത് തുടങ്ങുന്നതിനെക്കാട്ട് മുമ്പ് ഒന്നുകൂടെ റേഡമെറ്റിൽ ഇട്ടേക്കുവാണ്. ഇത് ഒരു സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് ടോപ്പിക്ക് വരുന്നോ അതിനനുസരിച്ച് മാറ്റി ഇതിനെ ഈ സെയിം സാധനം കുറച്ച് ചേഞ്ചസ് വരുത്തി ഉപയോഗിക്കാം. meine Meinung nach ist, ഏത് തീമയാണോ, ഇപ്പോൾ സ്പോട്ടാണെങ്കിൽ സ്പോട്ട്, അല്ലെങ്കിൽ ഗെസുണ്ട്ഹൈറ്റ്, ഹെൽത്ത്, എന്താണോ ഇവിടെ വരുന്നത് അത് എഴുതുക. മൈനർ മൈനുങ് നാഹ് ist ഡാഷ് sehr wichtig. എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ heutzutage notwendig, ഇന്നത്തെ കാലത്ത് വളരെ ഒഴിവാക്കാൻ പറ്റാത്തതാണെന്ന്. ഓക്കെ, അങ്ങനെ heutzutage notwendig. അപ്പം sehr wichtig എന്ന് എഴുതാം, അല്ലെങ്കിൽ heutzutage notwendig, നിങ്ങൾക്ക് ഏതാണോ ഉപയോഗിക്കാൻ പറ്റുന്നത് അത് എടുക്കുക. ich denke dass, ഇവിടെ ഒരു പോസിറ്റീവ് കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പം ich denke dass എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം പറഞ്ഞിട്ട് ein großer Vorteil ist dass, വീണ്ടും ഒരു പോസിറ്റീവ് കാര്യം, ഗ്രോസർ ഫോർട്ടൈൽ അല്ലേ പറയുന്നത്, അപ്പോൾ പോസിറ്റീവ് സൈഡാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ നാക്ടൈലാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് കാര്യം തന്നെ പറയണം. ഓക്കെ, ഇനി einerseits finde ich etwas Positives, andererseits gibt es auch Nachteile. ഇപ്പം ഐനർ സൈഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോസിറ്റീവ് കാര്യം പറയാം, അണ്ടർ സൈഡ്സിൽ എപ്പോഴും നെഗറ്റീവ് കാര്യം പറയണം. ഐനർ സൈഡ്സ് അണ്ടർ സൈഡ്സ് വരുമ്പോൾ 2 നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ എപ്പോഴും ഒരിടത്ത് പോസിറ്റീവും മറ്റിടത്ത് നെഗറ്റീവും പറയാൻ ഓർക്കണം കേട്ടോ. 2ഉം ഐനർ സൈഡ്സ് പോസിറ്റീവ് പറഞ്ഞിട്ട് വീണ്ടും അണ്ടർ സൈഡ്സിൽ പോസിറ്റീവ് പറയരുത്. കാരണം അപ്പം നമ്മൾ ആ യൂസേജ് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി zum Beispiel, അപ്പം ഇത് പറഞ്ഞിട്ട് പോസിറ്റീവ് കാര്യം പറഞ്ഞു, എന്നിട്ട് നാക്ടൈൽ ഉണ്ടെന്ന് പറഞ്ഞു, എന്നിട്ട് നാക്ടൈൽ എന്താണെന്നും കൂടെ പറയണ്ടേ. zum Beispiel, ഫോർ എക്സാമ്പിൾ, ഇതാണ് അതിൻ്റെ നാക്ടൈൽ. ഇനി das Problem ist auch dass, ഇനി ഒരു പ്രോബ്ലം കൂടെ, ഒരു നാക്ടൈലും കൂടെ പറയുവാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് 2 നാക്ടൈൽ പറഞ്ഞു, അപ്പോൾ അവസാനം കൺക്ലൂഷനിൽ ഞാൻ നാക്ടൈൽ തന്നെ ആയിരിക്കും മിക്കതും പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം das Problem ist auch das weitere Nachteil, അടുത്ത ഒരു നാക്ടൈലും കൂടെ പറയാം. trotzdem bin ich der Meinung dass, ഓക്കെ, അപ്പം ഇപ്പം
ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എൻ്റെ അഭിപ്രായം ഇതാണ്. എന്നിട്ട് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഐഗന ക്ലാര മൈനുങ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇവിടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് സുസാമൻ ഫാസൻ കാൻ മൻ സാഗൻ. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പറയുമ്പോൾ ടോട്ടലി പറയുമ്പോൾ ദസ് എന്നിട്ട് നമ്മുടെ ഒരു എന്താ പറയുക ക്ലോസിങ് ഒരു തോട്ടും എഴുതുക. അബ്ഷ്ലീസെൻ്റർ ഗഡാങ്ക്. ഞാൻ ഇതിൽ ഇംഗ്ലീഷ് എഴുതാൻ കൂടുതൽ ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ ഇംഗ്ലീഷ് സ്ലൈഡിൽ ഇട്ടിട്ടില്ല. കാരണം വെറുതെ കുറച്ച് ജർമ്മൻ വേർഡ്സ് കുറച്ചുകൂടെ നമ്മളിങ്ങനെ കേൾക്കുന്നതോട് കൂടിയല്ലേ നമ്മളതിങ്ങനെ പഠിച്ച് വരുള്ളൂ, ഒന്നില്ലെങ്കിലും പരിചയപ്പെട്ടിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം സുസാമൻ ഫാസൻ ഖാൻ മൻസാഗൻ ദാസ് അബ്ഷ്ലീസൻ്റെ ഗഡാങ്ക് ഇവിടെ എഴുതുക. ദാസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ ക്ലോസിങ് തോട്ട്സ് ഇവിടെ എഴുതുക. അപ്പം ഇങ്ങനെ ആയിരിക്കണം ഏകദേശം ഒരു ടെംപ്ലേറ്റ് മൈനുങ്ങിൻ്റെ. ഓക്കെ, അപ്പം നമ്മൾ ഓൺലൈൻ ഷോപ്പിങ്ങിനെ പറ്റി ഒരു ടെക്സ്റ്റ് എഴുതുവാണ് കേട്ടോ, അതിൻ്റെ മൈനുങ് എഴുതുവാണ് ഓൺലൈൻ ഷോപ്പിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം, പോസിറ്റീവ് പറയണം, നെഗറ്റീവ് പറയണം, എൻ്റെ അഭിപ്രായം പറയണം, ഒരു കൺക്ലൂഷൻ സെൻറ്റൻസ് ഉണ്ടായിരിക്കണം. അപ്പം നമുക്കിവിടെ നോക്കാം. Meine Meinung nach ist Online-Shopping heutzutage sehr praktisch. മൈനർ മൈനുങ്, എൻ്റെ അഭിപ്രായത്തിൽ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രാക്ടിക്കലാണ്. Ich denke, dass man damit viel Zeit sparen kann. Ich denke, dass ഞാൻ വിചാരിക്കുന്നത് ഡാമിറ്റ് അതുകൊണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് കൊണ്ട് നമുക്ക് മനുഷ്യർക്ക് ഫീൽ സൈറ്റ് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും. സ്പാരൻ ഖാൻ. Ich denke, dass man damit viel Zeit sparen kann. Ein großer Vorteil ist, dass man rund die Uhr einkaufen kann. ഏറ്റവും ein großer Vorteil, ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മാൻ rund die Uhr, അതായത് 24 മണിക്കൂറും സാധനം മേടിക്കാം അല്ലേ. നമ്മൾ കട അടയ്ക്കുന്നതിനെക്കാട്ടും മുമ്പ് ഓടി കട കയറേണ്ട കാര്യമില്ല. ഓൺലൈൻ ഷോപ്പിംഗ് 24 മണിക്കൂറും സാധനം മേടിക്കാമല്ലോ. ഓക്കെ, ഇനി അടുത്തൊരു പാരഗ്രാഫായിട്ട് നമ്മൾ റൈറ്റിങ്ങിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പാരഗ്രാഫായിട്ട് എഴുതിയിടുക. അപ്പോൾ ഇത് നോക്കുന്ന ആൾക്കുണ്ടല്ലോ ടിക്ക് ചെയ്ത് പോകാൻ എളുപ്പമായിരിക്കും. എന്തൊക്കെ പോയിൻറ്റ്സ് ഉണ്ടെന്ന് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ എടുത്ത് ഒരു പോയിൻറ്റിനാണല്ലോ മാർക്ക്, അപ്പോൾ മാർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി einerseits finde ich es bequem, andererseits gibt es auch Nachteile. ഒരു സൈഡിൽ എനിക്കിത് വളരെ കംഫർട്ടബിളാണ് ഓൺലൈൻ ഷോപ്പിംഗ്. andererseits gibt es auch Nachteile. മറ്റേ സൈഡിൽ നോക്കുവാണെങ്കിൽ അതിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. Zum Beispiel kann man die Produkte nicht vorher ausprobieren. അതായത് ഫോർ എക്സാമ്പിൾ പ്രോഡക്ട്സ് നമുക്ക് എന്താണ് മുന്നേ കൂട്ടി അത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല അല്ലേ. ഓസ്പ്രോബിയറും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഒരു ഡ്രസ്സാണെങ്കിൽ അത് ഇട്ട് നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഷൂ ആണെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല അല്ലേ. അതാണ് ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറയുന്നത്. Das Problem ist auch, dass die Qualität manchmal schlecht ist. Das Problem അത് മാത്രമല്ല, ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. എന്താണ്? ദാസ് ദി ക്വാളിറ്റേറ്റ്, ചിലപ്പോൾ ക്വാളിറ്റി മഞ്ച്മാൽ, ചിലപ്പോൾ ക്വാളിറ്റി ശ്ലെഷ്ടാണ്. എന്താണ്? വോട്ടാണ്. ഓക്കെ. Trotzdem bin ich der Meinung, dass Online-Shopping eine gute Möglichkeit ist. എന്നാലും ട്രോട്സ്ഡേം എന്നാണ് പറയുന്നത്. അപ്പം എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഓൺലൈൻ ഷോപ്പിംഗ് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, zusammenfassend kann man sagen, dass es viele Vorteile, aber auch einige Risiken gibt. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഒരുപാട് ഫോർട്ടൈലേ ഉണ്ട്, ഫോർട്ടൈലേ ഉണ്ട്, എന്നാലും ഓഹ് einige Risiken gibt, എന്നാലും ചില റിസ്കുകളും ഉണ്ടെന്ന്. ഓക്കെ, ഇപ്പം ഈ ഒരു ഇതിൽ എഴുതുന്ന ആളുടെ മൈനും ഉണ്ട് അല്ലേ. അയാൾ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതൊരു നല്ല ആയിട്ടാണ് ഇയാൾക്ക് തോന്നുന്നത്. ഓക്കെ, ഇയാളുടെ അഭിപ്രായം പറഞ്ഞു, നെഗറ്റീവ് പറഞ്ഞു, പോസിറ്റീവ് പറഞ്ഞു, ഒരു ഹൈലൈറ്റിംഗ് സാറ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പം ഈ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ ഒരു ഹൈലൈറ്റിംഗ് ഉണ്ടായിരുന്നു അല്ലേ. ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഹെറ്റ്സുറ്റാഗ് സേ പ്രാക്ടീസ് ആണെന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, അത് പറഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ ഫോർട്ടൈൽ പറയുന്നുണ്ട്, നാക്ടൈൽ പറയുന്നുണ്ട്, എന്നിട്ട് ഇയാളുടെ അഭിപ്രായം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ക്ലോസിങ് സെൻറ്റൻസും ഉണ്ട്. അപ്പം ഇതിൽ നമുക്ക് വേണ്ട ചെക്ക് ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഈ എഴുതുന്ന ആൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിനെ പറ്റിയ ചെറിയൊരു ടെക്സ്റ്റ് നമ്മൾ കണ്ടു. ഇനി നമുക്ക്
അടുത്തത് സ്പോട്ട് നോക്കാം. അപ്പം സ്പോട്ട് ഇം ആൾട്ടാകാണ് കേട്ടോ. അപ്പം നമ്മുടെ ഡേ ടു ഡേ ലൈഫിലത്തെ സ്പോട്ടിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം മൈനർ മൈനുങ് നാഹ് സ്പോട്ട് ഇം ആൾട്ടാഗ് sehr wichtig. എൻ്റെ അഭിപ്രായത്തിൽ സ്പോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, sehr wichtig ആണ്. Ich denke, dass regelmäßige Bewegung gesund für Körper und Geist ist. ഞാൻ വിചാരിക്കുന്നത് റീഗൽമേസേഷൻ എന്ന് വെച്ചാൽ റെഗുലറായിട്ടുള്ള ബെവേഗും റെഗുലറായിട്ടുള്ള മൂവ്മെൻറ്റ് ഹെൽത്തിയാണ്. എന്തിന്? ബോഡിക്ക് മാത്രമല്ല, ബോഡി ആൻഡ് മൈൻഡ്. ഓക്കെ. Ein großer Vorteil ist, dass man durch Sport Stress abbauen kann. അപ്പം ഒരു വലിയൊരു വലിയൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ദസ് മാൻ ഡോഷ് സ്പോട്ട് കൂടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റുമെന്ന്. ഓക്കെ. സ്ട്രെസ്സ് അബൗവൻ ചെയ്യാൻ പറ്റും സ്പോട്ടിൽ കൂടെ. അപ്പോൾ അതാണ് ഫോർട്ടൈൽ. അപ്പോൾ ഫോർട്ടൈൽ പറഞ്ഞു അല്ലേ സ്പോട്ടിൻ്റെ. einerseits macht Sport Spaß und man trifft neue Leute. ഒരു സൈഡിൽ സ്പോട്ട് ഭയങ്കര രസമാണ്, പിന്നെ അത് മാത്രമല്ല നമ്മൾ സ്പോട്ടിനൊക്കെ പോകുമ്പോൾ പുതിയ മനുഷ്യരെ പരിചയപ്പെടും അത്രേ. ആൻഡ് man trifft neue Leute. andererseits gibt es auch Nachteile. ഒരു മറ്റേ സൈഡിൽ നോക്കുകയാണെങ്കിൽ നാക്ടൈലും ഉണ്ടെന്ന്. എന്താണ് നാക്ടൈൽ? Zum Beispiel hat man manchmal keine Zeit oder es kostet Geld im Fitnessstudio. Zum Beispiel hat man manchmal keine Zeit. അപ്പം ചില സമയത്ത് നമുക്ക് സമയം ഉണ്ടാവില്ല അല്ലേ, നമ്മുടെ ബിസി ഷെഡ്യൂളിനകത്ത് സ്പോട്ടിന് പോകാനായിട്ട് സമയം ഉണ്ടാവില്ല. ഓർഡർ എസ് കോസ്റ്റഡ് ഗെൽഡ് ഇൻ ഫിറ്റ്നസ് സ്റ്റുഡിയോ. അല്ലെങ്കിൽ എന്താണ് ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ജിമ്മാണ് കേട്ടോ. ജിമ്മിൽ പോകാനായിട്ട് കോസ്റ്റഡ് ഗെൽഡ് അല്ലേ, പൈസ വേണം, ചിലവുണ്ട് ഈ പരിപാടിക്ക്. അപ്പോൾ അതാണ് ഇവിടെ നെഗറ്റീവായിട്ട് പറയുന്നത്. ദസ് പ്രോബ്ലം ഇസ്റ്റ് ഓഫ് ദസ് manche Menschen schnell die Motivation verlieren. അപ്പം ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. എന്താണ്? ചില ആൾക്കാർക്ക് ചില ആൾക്കാർ പെട്ടെന്ന് മോട്ടിവേഷൻ പോവും സ്പോട്ട് ചെയ്യാനുള്ളത് അല്ലേ. അപ്പം നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ, ജിമ്മിലൊക്കെ 1-2 ദിവസം പോകും, അത് കഴിഞ്ഞാൽ പിന്നെ മടി വരും. അപ്പം സ്പോട്ട് ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. Trotzdem bin ich der Meinung, dass Sport im Alltag notwendig ist. അപ്പം ഇങ്ങനെയാണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഡെയിലി സ്പോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. Zusammenfassend kann man sagen, dass Sport viele Vorteile für unsere Leben bringt. Zusammenfassend kann man sagen, ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ എന്ത് പറയാം? ചുരുക്കി പറഞ്ഞാൽ the sport viele Vorteile für unsere Leben bringt. സ്പോട്ട് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് കൊണ്ടുവരും. അതാണ് നമ്മുടെ കൺക്ലൂഷൻ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ടെംപ്ലേറ്റ് ഫോളോ ചെയ്തിട്ട് അടുത്ത ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ ചെയ്തത്, സ്പോട്ട് ഇം ആൾട്ടാഗ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എക്സാമിന് എന്തൊക്കെയാണ് അവർ നോക്കുന്നത്? നമ്മളൊരു ടെക്സ്റ്റ് എഴുതിയാൽ അവരതിൽ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കും. നമുക്ക് എങ്ങനെയാണ് പോയിൻറ്റ്സ് വരുന്നത് നോക്കാം. Was wird hier geprüft? ഇവിടെ എന്താണ് അവർ ചെക്ക് ചെയ്യുന്നത്? Diese Aufgabe zielt darauf ab, dass du, ഓക്കെ, എന്തൊക്കെയാണ് കൗണ്ട് ചെയ്യുന്നത്? നിങ്ങൾ എന്ത് ചെയ്തോന്നാണ് നോക്കുന്നത്? Eine Meinung klar und nachvollziehbar formulierst. ഒരു അഭിപ്രായം ക്ലിയർ ആയിട്ടും അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടും ഫോമുലേറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന്. Diese Meinung mit Argumenten und Beispielen untermauerst. അതായത് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ അഭിപ്രായം ഉണ്ടല്ലോ, അതിനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനെ എനിക്ക് ആർഗ്യുമെൻറ്റ്സും എക്സാമ്പിൾസും വെച്ചിട്ട് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്നുണ്ടോ? അതിന് സ്ട്രക്ചറിerte und zusammenhängende Antwort ഗിബ്സ്. ഓക്കെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിന് സ്ട്രക്ചേർഡ് ആയിരിക്കണം, നമ്മുടെ സ്ട്രക്ചറിയേറ്റ് ആയിരിക്കണം, സ്ട്രക്ചേർഡ് ആയിരിക്കണം. കറക്റ്റായിട്ട് ആദ്യം ഹൈലൈറ്റും വരണം, ഫോർട്ടൈൽ നാക്ടൈൽ, അങ്ങനെ കറക്റ്റായിട്ട് പാരഗ്രാഫായിട്ടും എഴുതാൻ നോക്കാം. സുസാമൻഹങ്ങൻ്റെ ആയിരിക്കണം. അതായത് എന്താ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് വായിക്കുമ്പോൾ ആദ്യം വായിച്ചതും രണ്ടാമത്തെ വായിച്ചതും തമ്മിലൊരു കണക്ഷൻ ഇല്ലാതെ അങ്ങനെ പോകരുത്. ഇത് വായിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവണം വായിക്കാനായിട്ട്, മനസ്സിലായോ? ആദ്യം ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യം അടുത്തതിൽ പറഞ്ഞ് എൻ്റെ അഭിപ്രായം തന്നെ വായിക്കുന്ന ആൾക്ക് ഇയാളുടെ അഭിപ്രായം എന്താണെന്ന് മനസ്സിലാവാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. സുസാമൻഹങ്ങൻ്റെ അൻറ്റുവാട്ടായിരിക്കണം. ഒരു കല്ലുകടിയില്ല, വായിക്കുമ്പോൾ ഒരു സുഖത്തിൽ ഇങ്ങനെ വായിച്ചു പോകാൻ പറ്റണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ നമുക്ക് വേണ്ട ഓരോ പോയിൻറ്റും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവണം.
ഹൈലൈറ്റിങ്ങും ആർഗ്യുമെൻറ്റേഷനും അവസാനം കൺക്ലൂഷനും എല്ലാം എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി സോവി ഐനൻ ആൻഗമേസൻ വേർഡ് ഷാറ്റ്സ് und Grammatik auf B1 Niveau verwendest. അതും വേണം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിനകത്ത് ഗ്രാമർ B1 ലെവലായിരിക്കണം. നമ്മൾ B1 ലെവൽ വേർഡ്സ് ഉപയോഗിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് B1 ലെവൽ ഗ്രാമറും വൊക്കാബുലറി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ലേ. ഇപ്പം നമുക്ക് ഉള്ളൊരു ഒപ്പീനിയൻ കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ B1 ലെവൽ വേണം. A2 ലെവൽ വേർഡ്സ് വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ സ്പോട്ടിനെ പറ്റിയോ അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിങ്ങിനെ പറ്റിയോ ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പം നമ്മൾ B1 ലെവൽ വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവണം, ഗ്രാമറും യൂസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പം അതിന് കറക്റ്റ് വേർഡ്സും കറക്റ്റ് ഗ്രാമാറ്റിക്കൊക്കെ ഞാൻ മറ്റേ B1 ഷ്രൈബൻ വീഡിയോയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഞാനിവിടെ വീണ്ടും പറയുകയാണ്. വൈൽ യൂസ് ചെയ്യുമ്പോൾ അത് സെൻറ്റൻസിൻ്റെ മിഡിൽ യൂസ് ചെയ്യാൻ നോക്കുക. കാരണം വൈൽ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ടറാണല്ലേ. അപ്പം നമുക്ക് ഈ ഗ്രാമാറ്റിക് അറിയാമെന്ന് കാണിക്കാനും പറ്റും. എന്നാൽ സെൻറ്റൻസിൻ്റെ മിഡിൽ യൂസ് ചെയ്താൽ അതാണ് ലാംഗ്വേജ് ഇച്ചിരി കൂടെ സുഖം വായിക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്കാണ്. നമ്മൾ 2 ടോപ്പിക്ക് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. ഇനി നമുക്ക് മൂന്നാമതൊരു ടോപ്പിക്കും കൂടെ, പേഴ്സണലിഷ് കോൺടാക്റ്റ് und ഇൻ്റർനെറ്റ്. അതാണ് നമ്മുടെ ടോപ്പിക്ക്. ഇതിന് നമ്മൾ നമ്മുടെ മൈനുങ് ഓയ്സൺ ചെയ്യുകയാണ്. ഇനി meine Meinung nach sind persönliche Treffen sehr wichtig. എൻ്റെ അഭിപ്രായത്തിൽ പേഴ്സണൽ ആയിട്ടുള്ള മീറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ ടോപ്പിക് എന്താണ്? പേഴ്സണൽ കോൺടാക്റ്റ് ഓൺ ഇൻ്റർനെറ്റ്. അപ്പം ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റ് കൂടുതലുള്ളതുകൊണ്ട് ആൾക്കാർ പേഴ്സണലി അങ്ങോട്ട് ഇങ്ങോട്ട് മീറ്റ് ചെയ്യുന്നില്ലാന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം നമ്മുടെ ആർഗ്യുമെൻറ്റ്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പേഴ്സണൽ കോൺടാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Ich denke, dass das Internet hilfreich ist, wenn Freunde weit weg wohnen. ഞാൻ വിചാരിക്കുന്നത് ഇൻ്റർനെറ്റ് വളരെ ഹെൽപ്ഫുള്ളാണ്. എപ്പോൾ ഫ്രണ്ട്സൊക്കെ വളരെ ദൂരെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇൻ്റർനെറ്റ് വളരെ ഹെൽപ്ഫുള്ളാണ്. Ein Vorteil ist, dass man schnell Nachrichten schicken oder telefonieren kann. ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്നെല്ലായിട്ട് പെട്ടെന്ന് നാക്രിഷ്ടൻ മെസ്സേജസ് അയക്കാൻ പറ്റും, ഷിക്കൻ ചെയ്യാൻ പറ്റും. ഓർഡർ ടെലിഫോണിയറിൻ kann അല്ലെങ്കിൽ പെട്ടെന്ന് വിളിക്കാനും പറ്റും അല്ലേ. ഇനി einerseits finde ich ഓൺലൈൻ കോൺടാക്റ്റ് പ്രാക്ടീസ്. ഒരു സൈഡിൽ എനിക്ക് ഓൺലൈൻ കോൺടാക്റ്റ് വളരെ പ്രാക്ടിക്കലാണെന്ന് തോന്നുന്നുണ്ട്. andererseits können sie ein echtes Treffen nicht ersetzen. ഇത് വളരെ പ്രാക്ടിക്കലാണെങ്കിലും മറ്റേ സൈഡിൽ നോക്കുകയാണെങ്കിൽ echtes Treffen nicht ersetzen. എസ്റ്റസ് എന്ന് വെച്ചാൽ റിയൽ ആയിട്ടുള്ള മീറ്റിങ്ങിനെ ഒരിക്കലും ഓൺലൈൻ ആയിട്ടുള്ള കോൺടാക്റ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, എർസെറ്റ്സൻ ചെയ്യാൻ പറ്റില്ല. അതായത് അപ്പം ഈ എഴുതിയ ആൾക്ക് പേഴ്സണൽ കോൺടാക്റ്റ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് ഇൻ്റർനെറ്റ് എത്ര യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞാലും. Wenn man sich persönlich trifft, kann man Gefühle und Stimmungen besser sehen. ഫീലിങ്സും സ്റ്റിമ്മുങ്ങും മൂഡും ബെറ്റർ കാണാൻ പറ്റുന്നത് പേഴ്സണലി മീറ്റ് ചെയ്യുമ്പോഴാണ് അല്ലേ. ഒരു വീഡിയോ കോളിനെക്കാട്ടും പേഴ്സണലി മീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരാളെ കുറച്ചുകൂടെ നന്നായി മനസ്സിലാവുന്നത്. Zusammenfassend bin ich der Meinung, dass das Internet nützlich ist, aber persönlich Kontakte bleiben wichtiger. സുസാമൻ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇൻ്റർനെറ്റ് വളരെ ഉപകാരപ്രദമാണ്, ന്യൂട്സ്ലിഷാണ്. അവ പേഴ്സണലിഷ് കോൺടാക്റ്റ് ബ്ലൈബൻ വിഷ്ടിക. പക്ഷേ പേഴ്സണൽ കോൺടാക്റ്റ് ആണ് എപ്പോഴും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇതിൽ ക്ലിയർ ആയിട്ട് ഈ എഴുതിയ ആൾക്ക് ഇൻ്റർനെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് സ്റ്റിൽ പേഴ്സണൽ കോൺടാക്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു അഭിപ്രായവും ഇതിൽ വരുന്നുണ്ട് അല്ലേ. ഷ്രൈബൻ്റെ ഈ ഒരു ടൈല് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്.